ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട കാർമൽ റൂഹ മിനിസ്ട്രി സിസ്റ്ററുടെ സ്വന്തം കുടുംബാംഗങ്ങളെ, പരിശുദ്ധ അമ്മയുടെ ജപമാല മാസം, ഈ മാസം മുഴുവനും പരിശുദ്ധ അമ്മയെ നമ്മൾ പ്രത്യേകം സ്മരിക്കുകയും ജപമാല ധാരാളം ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മാസം. ഈ അന്തരീക്ഷം പോലും വിശുദ്ധമാകുന്ന എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ ഇടവക പള്ളികളിലും, കോൺവെൻറ്റുകളിൽ, ആശ്രമങ്ങളിലൊക്കെ പ്രിയപ്പെട്ടവരെ 10 ദിവസത്തെ ആരാധന എഴുന്നള്ളിച്ച് വെച്ചിട്ടുള്ള ജപമാല നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം തോന്നുകയാണ്. വളരെയധികം ഒരുക്കത്തോടെയാണ് കുടുംബങ്ങൾ, ആശ്രമങ്ങൾ എല്ലാവരും ഇതിനു വേണ്ടി, ഈ ജപമാല അർപ്പണത്തിന് വേണ്ടി ഈ 10 ദിവസത്തെ അല്ലെങ്കിൽ 30 ദിവസത്തെ ജപമാലയിലൂടെ, കൂട്ടായ്മയിലൂടെ വളരെയധികം അഭിഷേകത്തോടെ കടന്നു പോവുകയാണ്. ജപമാല എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് റോസറി? എന്താണ് ജപമാല? നമ്മൾ പണ്ട് കാലങ്ങളിൽ വളരെ കഠിന തപസ്സും ഉപവാസവും മൗനവും അനുഷ്ഠിച്ചുകൊണ്ട് അനേകം സഹോദരന്മാരെ അല്ലെങ്കിൽ താപസ ശ്രേഷ്ഠന്മാരെ അവർ സങ്കീർത്തനങ്ങൾ 1 മുതൽ 150 വരെ ആവർത്തിച്ച് വിടാതെ സങ്കീർത്തനങ്ങൾ എപ്പോഴും ഉരുവിട്ടുകൊണ്ട് കാടുകളിൽ അവർ തപസ് ചെയ്ത് കഠിന മൗനം പാലിച്ച് കഠിന തപശ്ചര്യകൾ ചെയ്ത് അവർ ജീവിച്ചു വന്നു. അപ്പോൾ ഇത് തെറ്റാതിരിക്കുവാൻ സന്യാസികളായ അവരുടെ സഞ്ചികളിൽ കല്ലുകൾ കൊണ്ട് നടക്കുക പതിവായിരുന്നു. ഇത് എത്ര തവണ ചൊല്ലി എന്നൊക്കെ നോക്കാൻ. പിന്നീട് അത് ചരടിൽ കോർത്ത മണികൾ, മുത്തുകൾ ഒക്കെയായിട്ട് അവരെണ്ണം പിടിച്ചിരുന്നു. ഒരു പാഷണ്ഡത വളരെയധികം നടമാടിയിരുന്ന ആ കാലത്ത് ഡൊമിനിക് എന്ന വൈദികൻ വളരെയധികം കഠോര പ്രായശ്ചിത്തങ്ങൾ ചെയ്ത്, നോമ്പെടുത്ത്, തപസ് ചെയ്ത്, ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പരിഹാരമായിട്ട് ശക്തമായൊരായുധം കൊടുക്കുകയാണ് ഡൊമിനിക്കിൻ്റെ കയ്യിൽ. അതാണ് ജപമാല. ഇത് ആവർത്തിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് രാവും പകലും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ കൊടുങ്കാറ്റ് ശമിക്കുകയും പാഷണ്ഡത എന്ന കൊടുങ്കാറ്റിനെ ശമിപ്പിച്ച് ജനങ്ങളെ രക്ഷപ്പെടുത്താനായിട്ട്, അവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് രക്ഷപ്പെടുത്താനായിട്ട് ഡൊമിനിക്ക് സാധിച്ചു. അന്ന് മുതൽ ജപമാല പ്രചരണം നമ്മൾ ഒരുപാട് പ്രിയപ്പെട്ടവരെ, കഴുത്തിൽ ഉത്തരീയം ധരിക്കുകയും കൈകളിൽ എപ്പോഴും ജപമാല വഹിക്കുകയും ചെയ്യുന്ന ഒരു തീക്ഷ്ണത, മനോഭാവം നമ്മളിലും കുടുംബങ്ങളിലും ഉണ്ടാകട്ടെ. പലപ്പോഴും ഹോസ്റ്റലുകളിലൊക്കെ ഈ രാത്രി അല്ലെങ്കിൽ ഗ്രോട്ടോകളിലെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കൂട്ടായ്മകളിലൊക്കെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം, ആരുടെയും കയ്യിൽ ജപമാലയില്ല. ചൊല്ലുന്ന വ്യക്തി കയ്യിൽ എണ്ണം പിടിക്കുന്നു. നമുക്കൊരു ജപമാല തന്നിട്ടുണ്ട്, ആയുധം. അത് വെഞ്ചരിച്ച് അതിശക്തമായി അത് പിടിച്ചുകൊണ്ട് വേണം പ്രിയപ്പെട്ടവരെ ജപമാല അർപ്പിക്കുക. കുടുംബങ്ങളിലും 5 പേരുണ്ടെങ്കിൽ 5 ജപമാല രൂപക്കൂടിൻ്റെ അവിടെ തൂങ്ങിക്കിടക്കട്ടെ. കുടുംബ പ്രാർത്ഥനയ്ക്ക്, ജപമാല എടുത്ത് കയ്യിൽ പിടിക്കട്ടെ. അതുപോലെ ഹോസ്റ്റലുകളിൽ രാത്രി ഇപ്പോൾ ഈ 10 ദിവസത്തെ കൂട്ടായ്മ ജപമാലയിലും സിസ്റ്റർ കണ്ട കാഴ്ച, ഒരു മക്കളുടെ കയ്യിലും ജപമാലയില്ല, കയ്യമ്മയാണ് അവരെണ്ണം പിടിക്കുന്നത്. അപ്പം ജപമാല ശക്തമായ ആയുധം കൈകളിൽ എടുത്തുകൊണ്ട് തന്നെ നമ്മൾ ആവർത്തിച്ച് പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും ജീവിത രഹസ്യങ്ങൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മാസമാണ് ഒക്ടോബർ മാസം. പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം എല്ലാവരിലും നാൾക്കുനാൾ വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അമ്മ നമ്മുടെ ജീവിത ഭരണം ഏറ്റെടുക്കട്ടെ. ആമേൻ.